പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നും ഒരു ട്രാവൽ വ്ളോഗായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന സ്ഥലത്താണ്. അവിടെ നല്ല അടിപൊളി മന്തി കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവിടേക്കാണ് ഇന്നത്തെ യാത്ര. കണ്ണൂർ ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മന്തി ഹൗസാണ് ഈ ഒരു ഇരിട്ടിയിലുള്ള ബൈറൂത്ത് മന്തി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. കുറേ ആയിട്ട് വിചാരിക്കുന്നു അവിടെ പോയിട്ട് മന്തി കഴിക്കണമെന്ന്. അങ്ങനെ ഇന്ന് ഫാമിലി സഹിതം നമ്മൾ ആ ഒരു ബൈറൂത്ത് മന്തിയിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് മന്തിയൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാമേ. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി നമ്മളൊരു ചിൽഡ്രൻസ് പാർക്കിൽ കൂടി പോയിട്ടുണ്ടേനു. അപ്പോൾ അവിടുത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കുട്ടികളുടെ വെക്കേഷനൊക്കെ കഴിയാറായി. അതുപോലെ തന്നെ മഴക്കാലവും വരാൻ പോവാണ്. അപ്പോൾ ആ ഒരു സമയത്തൊന്നും പാർക്കിൽ പോകലൊന്നും നടക്കില്ല. അപ്പോൾ ഇന്ന് വരുന്ന വഴി ഒരു ചിൽഡ്രൻസ് പാർക്കിൽ കൂടി കയറാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. നമ്മുടെ നാട്ടിൽ നിന്നും ഏകദേശം ഒരു 20 കിലോമീറ്ററിനടുത്ത് മാത്രമേ ഉള്ളൂ ഇരിട്ടിയിലേക്ക്. ഇപ്പം നമ്മൾ ഇരിട്ടി പാലത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും ഏകദേശം ഒരു 5-6 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ബൈറൂത്ത് മന്തിയിലേക്ക്. അങ്ങനെ നമ്മളിപ്പോൾ ബൈറൂത്ത് മന്തിയിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. നമ്മൾ വന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടേനു. അപ്പോൾ കുറേ സമയം നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് സീറ്റ് ഒഴിഞ്ഞ് കിട്ടിയത്. അങ്ങനെ നമ്മൾ മന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിക്കൻ മന്തിയും മട്ടൻ മന്തിയുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഫുൾ ചിക്കൻ മന്തിക്ക് 800 രൂപയും മട്ടൻ മന്തിക്ക് 1500 രൂപയാണ് റേറ്റ് ഈടാക്കുന്നത്. കൂടെ തന്നെ മയോണൈസ്, സലാഡ്, അതുപോലെ ടൊമാറ്റോ ചട്നി ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മന്തി തന്നെയായിരുന്നു. നമ്മുടെ കൂടെ വന്ന 1-2 പേർക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും നല്ലത് തന്നെയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ വേറെ മന്തി ഹൗസിൽ നിന്നും കഴിച്ച മന്തിയാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് പറയുന്നുണ്ടേനു. പക്ഷെ ഞങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊതുവേ ഞാൻ മന്തി അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പക്ഷേ ഇവിടുത്തെ മന്തി നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ മന്തി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഇരിട്ടിയിലുള്ള ഈ ഒരു ബൈറൂത്ത് മന്തിയിലൊന്ന് വന്ന് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മന്തി തന്നെയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി ഒരു പാർക്കിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇരിട്ടി പാലത്തിലൂടെ നമ്മൾ തിരിച്ചു വരികയാണ്. പഴശ്ശി ഡാമിനോട് അടുത്തിട്ടുള്ള ആ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് പോകുന്നത്. കുട്ടികൾക്കുള്ള കുറച്ച് റൈഡുകളൊക്കെ അവിടെ ഉണ്ട്. ചെറിയ പാർക്കാണ്, എന്നാലും അത്യാവശ്യം റൈഡുകളൊക്കെ അവിടെ ഉണ്ടേനു. അവിടത്തേക്കാണ് പോകുന്നത്. ഈ ഒരു പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിന് കുയിലൂർ എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ കുയിലൂർ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ മുമ്പൊക്കെ ഈ ഒരു ഡാം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വരാറുണ്ടായിരുന്നു. അന്നേരം പാർക്കൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഡാം കാണാൻ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഡാം കാണാനുള്ള സൗകര്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഡാമിനടുത്തായിട്ട് ചെറിയൊരു പാർക്ക് വന്നിട്ടുണ്ട്.
ഇതാണ് കേട്ടോ പഴശ്ശി ഡാം. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണ്. മഴക്കാലം ആകുമ്പോൾ ഡാമൊക്കെ നിറഞ്ഞിട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മളിപ്പോൾ പാർക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും 8 വയസ്സിന് മുകളിലുള്ള ഓരോരുത്തർക്കും 35 രൂപ എൻട്രി ഫീ കൊടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. 8 വയസ്സിൽ താഴെയുള്ളവർക്ക് 20 രൂപയും മുകളിലുള്ളവർക്ക് 35 രൂപയാണ് എൻട്രി ഫീസ്. എൻട്രി ഫീസിന് പുറമെ നമ്മൾ റൈഡിലൊക്കെ കയറുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫീസ് കൊടുക്കണം. സ്ലൈഡർ, ഊഞ്ഞാൽ ഇതിനൊന്നും ഫീസ് വേണ്ട കേട്ടോ. വലിയ വലിയ റൈഡുകളിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫീസ് കൊടുക്കണേ. അപ്പോൾ ഇവിടുത്തെ കുട്ടികളുടെ കളികളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. റൈഡിലൊക്കെ കയറി ക്ഷീണിച്ച് വരുന്ന സമയത്ത് അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഉപ്പിലിട്ടതായാലും അതുപോലെ സ്നാക്സുകളുണ്ട്, ചായയുണ്ട്, പിന്നെ പലതരത്തിലുള്ള ഡ്രിങ്കുകളുണ്ട്, ചോളാപ്പൊരി, ഐസ്ക്രീം, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണല്ലോ കുട്ടികൾക്ക് വേണ്ടത്. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 6 മണിയായേ. ഇനി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോ. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു പാർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്കും കമൻറ്റൊക്കെ വളരെ കുറവാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.